നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ചാലക്കുടി കൂടപ്പുഴയിൽ സ്വകാര്യ ബസ് ഇരുചക്ര വാഹനത്തിലിടിച്ച് യുവാവ് മരിച്ചു. പെരിങ്ങൽകൂത്ത് വടക്കൻ വീട്ടിൽ അജിയുടെ മകൻ 19 വയസ്സുള്ള ഡെൽജോ ആണ് മരിച്ചത്. കാലടി പ്ലാന്റേഷൻ കല്ലാല എസ്റ്റേറ്റിൽ ആനയെ കാണാനെത്തിയവരുടെ വാഹനത്തിന് നേരെ കാട്ടാന ആക്രമണം. യാത്രക്കാരായ ജോയി, ബേസിൽ, ജോസ് എന്നിവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്ന് വിശ്വകർമ്മ ജയന്തി ദിനം. നാടെങ്ങും വിശ്വകർമ്മജർ വിശ്വകർമ്മ ജയന്തി ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. ചാലക്കുടി കൂടപ്പുഴയിൽ വാഹനാപകടം. സ്വകാര്യ ബസ് ഇരുചക്ര വാഹനത്തിലിടിച്ച് യുവാവ് മരിച്ചു. പെരിങ്ങൽകുത്ത് വടക്കൻ വീട്ടിൽ അജിയുടെ മകൻ 19 വയസ്സുള്ള ഡെൽജോ ആണ് മരിച്ചത്. കൂടപ്പുഴ കപ്പേളയ്ക്ക് സമീപം ചൊവ്വാഴ്ച രാവിലെയാണ് അപകടം നടന്നത്. കൂടെ ഉണ്ടായിരുന്ന മിഥുനെ ഗുരുതര പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൂടപ്പുഴ വർക്ക്ഷോപ്പ് സെന്ററിൽ പ്രൈവറ്റ് ബസും ബൈക്കും തമ്മിലുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ പുളിയിലപ്പാറ വടക്കൻ അജി മകൻ 18 വയസ്സുള്ള ഡെൽജോ മരിച്ചു. കൂടെയുണ്ടായിരുന്ന വെറ്റിലപ്പാറ പുത്തൻ വീട്ടിൽ ലാലൻ മകൻ 17 വയസ്സുള്ള മിഥുൽ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇന്ന് രാവിലെ 10:30 ചാലക്കുടി ഭാഗത്തേക്ക് ബൈക്കിൽ പോവുകയായിരുന്ന യുവാക്കൾ കൂടപ്പുഴ പാലത്തിനപ്പുറത്ത് വെച്ച് മുൻപിൽ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ബസ് നിർത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് എതിരെ വന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ ഡെൽജോയുടെ ജീവൻ രക്ഷിക്കാനായില്ല. മീഡിയ ടൈം, ചാലക്കുടി. കാലടി പ്ലാന്റേഷൻ കല്ലാല എസ്റ്റേറ്റിൽ ആനയെ കാണാനെത്തിയവരുടെ വാഹനത്തിന് നേരെ കാട്ടാന ആക്രമണം. ഞായറാഴ്ച രാത്രി കുളിരാൻ തോടിന് സമീപം വെച്ചാണ് പൂതംകുറ്റി സ്വദേശികളുടെ വാഹനം കാട്ടാന ആക്രമിച്ചത്. യാത്രക്കാരായ ജോയി, ബേസിൽ, ജോസ് എന്നിവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആനയെ കാണാൻ പ്ലാന്റേഷൻ വാച്ചറോടൊപ്പം രാത്രി 10 മണിയോടെയാണ് ഇവർ തോട്ടത്തിലെത്തിയത്. അയ്യമ്പുഴ ഭാഗത്തു നിന്നും പ്ലാന്റേഷൻ റോഡിലൂടെ വരുന്ന വഴിയിൽ കുളിരാൻ തോടിന് സമീപം വെച്ച് ഇവർ കാട്ടാനയ്ക്ക് മുൻപിൽ അകപ്പെടുകയായിരുന്നു. വളവിൽ നിൽക്കുകയായിരുന്ന ആനയെ കണ്ടു നിർത്തിയ വാഹനത്തിനു നേരെ പാഞ്ഞെടുത്ത ആന കാറിന്റെ ബോണറ്റിൽ കയറി നിന്ന് കൊമ്പുകൊണ്ട് മുൻ ഗ്ലാസിൽ കുത്തി. ഭയന്ന യാത്രക്കാർ ഒച്ച വെച്ചതിനെ തുടർന്ന് ആന പിൻവാങ്ങുകയും സമീപത്തായി നിലയുറപ്പിക്കുകയും ചെയ്തു. തുടർന്ന് നാട്ടുകാർ വനപാലകരെ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ ഏഴാറ്റുമുഖം RRT സംഘം ആനയെ കാട്ടിലേക്ക് തുരത്തിവിട്ടു. കാലടി പ്ലാന്റേഷനിലെ അയ്യമ്പുഴ മുതൽ ഏഴാറ്റുമുഖം വരെയുള്ള ചെക്ക് പോസ്റ്റിനുള്ളിലെ വിവിധ സ്ഥലങ്ങളിൽ ആനയെ കാണുന്നതിനായി ആളുകൾ എത്തുന്നത് പതിവാണ്. യാത്രക്കാരോട് വനപാതയിൽ ഇറങ്ങുകയോ വന്യജീവികളെ ശല്യപ്പെടുത്തുന്ന തരത്തിൽ പെരുമാറുകയോ ചെയ്യരുതെന്ന് വനം വകുപ്പ് കർശന നിർദ്ദേശം കൊടുക്കാറുണ്ട്. എന്നാൽ ചില വിനോദസഞ്ചാരികൾ പലപ്പോഴും വനം വകുപ്പിന്റെ നിർദ്ദേശങ്ങളൊന്നും മുഖവിലക്കെടുക്കാറില്ല. പലപ്പോഴും അധികൃതരുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചു കാടിനകത്തേക്ക് കടന്നും ആനകളെ പ്രകോപിപ്പിച്ചും ഇവർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഇത്തരക്കാർ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ട് ദുരിതമനുഭവിക്കുന്നത് ഇവർക്ക് ശേഷം വരുന്ന യാത്രക്കാരോ സമീപവാസികളോ ആയിരിക്കും. നിങ്ങൾ ഒന്നോർക്കുക, നിങ്ങളുടെ ഇത്തരം പ്രവൃത്തി കൊണ്ട് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെയോ ഏതെങ്കിലും നിരപരാധിയുടെയോ ജീവനായിരിക്കും. മീഡിയ ടൈം, അങ്കമാലി. ഇന്ന് വിശ്വകർമ്മ ജയന്തി ദിനം. നാടെങ്ങും വിശ്വകർമ്മജർ വിശ്വകർമ്മ ജയന്തി ആഘോഷിച്ചു. ഐരാണിക്കുളം തിരുമുക്കുളം വിശ്വകർമ്മ ശാഖയുടെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ജയന്തി ആഘോഷിച്ചു. ശാഖാ പ്രസിഡന്റ് നോബിൾ പതാക ഉയർത്തി. ശാഖാംഗങ്ങൾ പങ്കെടുത്തു. ഓണാഘോഷ പരിപാടികൾ മാറ്റിവെച്ച് AIYF മാള മണ്ഡലം കമ്മിറ്റി മാള ടൗണിൽ ചിപ്സ് ചലഞ്ച് നടത്തി. വയനാടിനൊരു കൈത്താങ്ങ് ചിപ്സ് ചലഞ്ചിൽ നിന്നും ലഭിച്ച തുക മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു AIYF തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് TV വിപിൻ പടിയൂരിന് കൈമാറി യോഗം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ AIYF മാള മണ്ഡലം സെക്രട്ടറി VS ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. AIYF തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് TV വിപിൻ പടിയൂർ, മാള മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ PS അഭിലാഷ്, ലിബിൻ പ്ലാക്കൽ, സൂർജിത്ത് KR, സിജു സുകുമാരൻ, MS അശ്വതി, BN മണി, അപ്പു ഉരുണ്ടോളി എന്നിവർ സംസാരിച്ചു. മാള തൻകുളം പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. രാവിലെ മാള പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും ആരംഭിച്ച ക്രോസ് കൺട്രി മത്സരം തൻകുളം ക്ഷേത്ര മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് പൂക്കള മത്സരം, കലാകായിക മത്സരങ്ങൾ, വടംവലി മത്സരം എന്നിവയും നടന്നു. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു.
വ്യത്യസ്തമായ ആചാരങ്ങൾ, വ്യത്യസ്തമായ മതങ്ങൾ, വ്യത്യസ്തമായ ചിന്തകൾ, വ്യത്യസ്തമായ ആഘോഷങ്ങൾ, ഇതെല്ലാം അതിൻ്റെ ഒരു സൗഭാഗ്യമാണ്. ഓണത്തിന് അതിനേക്കാൾ വലിയ ഒരു ആഘോഷത്തിൻ്റെ മേഖല നമുക്കറിയാം. ഓണം ഒരു ഓർമ്മപ്പെടുത്തലാണ്. മലയാളി എവിടെയുണ്ട് അവിടെയെല്ലാം ഓണാഘോഷം. അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ വയനാട്ടിലെ ദാരുണമായ സംഭവം ഈ ഓണത്തിൻ്റെ ആഘോഷ പരിപാടികൾക്ക് അല്പം മങ്ങലേൽപ്പിച്ചു തുടങ്ങി. ഓണം നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നൊരു വികാരമായിരുന്നു. ആ ഓണാഘോഷ പരിപാടി എത്രമാത്രം നമുക്ക് ദുഃഖത്തിൻ്റെ തണലിൽ നമുക്ക് മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ ഗൃഹാതുരത്തിൻ്റെ പടി തുറന്ന് പലപ്പോഴും ഓണാഘോഷ പരിപാടികൾ പുറത്തേക്ക്. അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ VR സുനിൽകുമാർ MLA, സംഗീത നാടക അക്കാദമി സംസ്ഥാന അവാർഡ് ജേതാവ് അനിൽ മാള, CA വിന്നർ സനൂപ് നാരായണൻ എന്നിവരെ ആദരിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, വാർഡ് മെമ്പർ സിബി ഫ്രാൻസിസ്, മാള മഹല്ല് ഖത്തീബ് സുബൈർ മന്നാനി, പ്ലാവിൻമുറി ദയാനഗർ ദേവാലയ വികാരി ഫാദർ സാംസൺ ഇലവത്തിങ്കൽ, CS ഷൈജു, VN നിശാന്ത് എന്നിവർ സംസാരിച്ചു. ധർമ്മപുരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പൊടിയൻ ബസാർ ഓണാഘോഷം സംഘടിപ്പിച്ചു. ഓണാഘോഷ പരിപാടിയോടനുബന്ധിച്ച് ടീം മഹാദേവയുടെ ഓണക്കളിയും കുട്ടികളുടെ കലാപരിപാടികളും നടന്നു. കാട്ടിൽ സദാശിവൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക പരിപാടിയിൽ ക്ലബ്ബ് പ്രസിഡന്റ് ജിബിൻ താനശ്ശേരി അധ്യക്ഷത വഹിച്ചു. എടവിലങ്ങ് 7ാം വാർഡ് മെമ്പർ ആശാലത സജീവൻ മത്സരാർത്ഥികൾക്ക് സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. സന്ദീപ് മാതേലി, ഷിനോജ്, സംഗീത്, അധീഷ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി കൂടപ്പുഴയിൽ സ്വകാര്യ ബസ് ഇരുചക്ര വാഹനത്തിലിടിച്ച് യുവാവ് മരിച്ചു. പെരിങ്ങൽകൂത്ത് വടക്കൻ വീട്ടിൽ അജിയുടെ മകൻ 19 വയസ്സുള്ള ഡെൽജോ ആണ് മരിച്ചത്. കാലടി പ്ലാന്റേഷൻ കല്ലാല എസ്റ്റേറ്റിൽ ആനയെ കാണാനെത്തിയവരുടെ വാഹനത്തിന് നേരെ കാട്ടാന ആക്രമണം. യാത്രക്കാരായ ജോയി, ബേസിൽ, ജോസ് എന്നിവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇന്ന് വിശ്വകർമ്മ ജയന്തി ദിനം. നാടെങ്ങും വിശ്വകർമ്മജർ വിശ്വകർമ്മ ജയന്തി ആഘോഷിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.